വളരെ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാവുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദീർഘനാളത്തെ പതിറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും രാജ്യം സ്വാതന്ത്ര്യമായി അതിന്റെ ഓർമ്മ നമ്മളിവിടെ പുതുക്കുകയാണ്. എത്രയോ ധീര ദേശാഭിമാനികളുടെ വീരോചിതമായ പോരാട്ടത്തിന്റെ ത്യാഗോചിതമായ ജീവിതത്തിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യം ഇന്ന് നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യം ലഭ്യമായത് എന്ന ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്ത് വിവിധ രാജ്യങ്ങളെ കോളനി വാഴ്ചയിലൂടെ കൈയടക്കി വെച്ചപ്പോൾ, അവിടെയൊക്കെ സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നപ്പോൾ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം ലോകത്തിന് മുമ്പിൽ തന്നെ മാതൃകയായി. ആ പോരാട്ടം വിജയം കണ്ടതിന്റെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ്. 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് കേവലം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ മാത്രമായിരുന്നില്ല. മറിച്ച് ഇന്ത്യ എന്ന ഒരാശയത്തെ, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം മാത്രമായിരുന്നില്ല. ഇന്ത്യ എന്ന ഒരാശയത്തെ ഉയർത്തിപ്പിടിക്കുവാനും ഇന്ത്യയിലെ നാനാവിഭാഗം വരുന്ന ജനങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഇന്ത്യ എന്ന ആശയത്തിന് കീഴിൽ അണിനിരത്തുവാനായിട്ടുള്ള ഒരു പരിശ്രമം, ഒരു പോരാട്ടത്തിന്റെ ഒരു മുന്നേറ്റം കൂടിയായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ 1947 ഓഗസ്റ്റ് 15 അദ്ദേഹം നടത്തിയ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗത്തിൽ അർദ്ധരാത്രിയിൽ ഇന്ത്യ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാരണം രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ, രാജ്യത്തിന്റെ ജനാധിപത്യം, രാജ്യത്തിന്റെ മതേതരത്വം അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഓരോ ഭാരതീയനും ഒരു ഉണർവിന്റെ സന്ദേശം കൂടി നൽകുന്ന ദിവസമാണിന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, മറിച്ച് അത് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി ഓരോ പൗരനും ഉറപ്പുവരുത്തുക എന്നതാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജ്യം ഇക്കാലം അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ലാതെ വരുമെന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഇപ്പോഴും അലയടിക്കുകയാണ്. ഇവിടെ നമ്മൾക്കറിയാം, സ്വാതന്ത്ര്യം അത് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമാണ്, സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ജാതി വിവേചനത്തിൽ നിന്നും മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ഒക്കെയുള്ള വിവേചനങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ആശയങ്ങൾക്കും വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇന്ത്യയുടെ ഓരോ പൗരന്മാരെയും തുല്യഭാവത്തോടുകൂടി കണ്ടുകൊണ്ട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജാതിയുടെ പേരിലുള്ള ശുദ്ധീകലശങ്ങൾക്കല്ല, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു രാജ്യമായി, ഒരു ദേശീയതയുമായി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എത്ര പോരാട്ടങ്ങൾക്കൊടുവിൽ, എത്രയോ ദേശാഭിമാനികളുടെ രക്തം ചൊരിച്ചിലിന്റെ ഒടുവിൽ, അല്ലെങ്കിൽ ജീവത്യാഗത്തിന്റെ ഒടുവിലാണ് നമുക്ക് ലഭിച്ചത് എന്ന ഓർമ്മ, അതിന്റെ മൂല്യം നമ്മൾ ഓരോരുത്തർക്കും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ, രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട്, കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുവാനായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കഴിഞ്ഞ 80 വർഷങ്ങളിൽ ഈ രാജ്യം വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചു. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ രാജ്യം ഏതവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള, ഇത്രയേറെ മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെയുള്ള, ഭാഷകളും ഒക്കെയുള്ള ഒരു രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചാൽ, ജനാധിപത്യം ഉണ്ടായാൽ അധികകാലം നിലനിൽക്കുകയില്ല എന്ന് വിദേശ ശക്തികളൊക്കെ വിധിയെഴുതിയപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് 80 വർഷങ്ങൾക്കിപ്പുറം ഈ രാജ്യം ഒറ്റക്കെട്ടായി ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ സുശക്തമായി മുന്നോട്ട് നയിക്കുവാൻ, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും
ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നേരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.